പൗൾട്രി ഫാമിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു കൃഷിപ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, പൊക്കാളി തക്കാളി വീട്ടിൽ വരുന്നവർക്കൊക്കെ തക്കാളി കൊടുത്തു വിട്ട് വീട്ടിൽ വരാതായി ആൾക്കാർ എന്നൊക്കെ. കൃഷി ശരിക്കും ലാഭമുള്ള ഒരു ബിസിനസ് ആണോ? അത് ഒരിക്കലും ഒരു കർഷകന് കോടീശ്വരനായ ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു കോടീശ്വരന്മാരും കർഷകരും അല്ലെന്ന് താനും. പിന്നെ കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വെറുതെ ഹോബിക്ക് വേണ്ടി കർഷകർക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാതെ കൃഷിപ്പണി കൊണ്ട് കോടീശ്വരനായ ആളുകളില്ല. എല്ലാം കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. കാരണം അതൊരു വലിയൊരു ലാഭകരമായിട്ടൊരു പരിപാടിയല്ല. ഞാൻ പൊക്കാളി ഒരിക്കലും ലാഭകരമായിട്ടുള്ള ബിസിനസ്സല്ലായിരുന്നു. അതുപോലെ തന്നെ തക്കാളി വേനൽക്കാലത്ത് തന്നെയാണ്. ഈ കോഴി ഫാം നടത്തിയതിന് മുമ്പായിരുന്നത് തക്കാളി കൃഷി. നമ്മുടെ തക്കാളി മൂത്ത് വരുമ്പോഴേക്കും തക്കാളിക്ക് ഒരു കൊട്ടക്ക് 10 രൂപയും. അത് പക്ഷെ ഇവിടെ അതിന് 40 രൂപ 50 രൂപ ഇവിടെ കിലോക്ക് വിലയുണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു കുറെ. ഇവിടെ എത്ര കടയെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനാണ്. അപ്പോൾ വന്നൂർക്ക് മുഴുവൻ തക്കാളിയായിരുന്നു. ആളുകൾ അവസാനം വീട്ടിലേക്ക് വരാണ്ടായി. അവൻ്റെ വീട്ടിൽ പോലട്ടെ തക്കാളി ഒന്നും ഇടുന്നുണ്ട്. കാരണം എനിക്കിത് എവിടെ കൊടുക്കാനാണ്? അറിയാവുന്ന കടകളിലൊക്കെ കൊടുത്തയച്ചു ഞാൻ. എന്നിട്ട് തീരുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ മുറ്റത്തിൻ്റെ കൂട്ടിയിട്ടേക്കാണ് തക്കാളി എത്ര ദിവസമൊക്കെ എടുക്കും. അങ്ങനെ തക്കാളി കൃഷി നഷ്ടമായിരുന്നു. പിന്നെ എനിക്കൊരു പൊക്കാളിയുടെ ഫാമിലി, പൊക്കാളിയുടെ പാടത്ത്. പിന്നെ പൊക്കാളി 6 മാസം നെല്ലാണ്, ചെമ്മീനുമാണ്. കാരച്ചെമ്മീൻ എന്ന് പറയും. അങ്ങനെ ഞാൻ കാരച്ചെമ്മീൻ 1 രൂപയൊക്കെ ഒരു നല്ല ടൈമിൽ ഒരു കാരച്ചെമ്മീൻ, ഒരു കാരച്ചെമ്മീൻ്റെ കുഞ്ഞിന് ഏകദേശം ഒരു 20 പൈസയൊക്കെ വരും. 20 പൈസ 15 പൈസ ആ തോതിൽ വരും. അതേപോലത്തെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിടണം, എന്നാലേ വളരെ നിസ്സാരം പിടിക്കുകയുള്ളൂ. അങ്ങനെ കാരക്കുഞ്ഞിനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു 6 മാസം കൊണ്ട് ഇത് വിളവെടുക്കണം. 6 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിടിച്ചു നോക്കും. ചെമ്മീൻ വല വെച്ചിട്ട് പിടിച്ചു നോക്കുമ്പോൾ മൂത്തിട്ടില്ലെങ്കിൽ വീണ്ടും അതിനെ അങ്ങോട്ട് തന്നെ വിടും. അങ്ങനെ മൂത്ത് വിളവെടുക്കണതിൻ്റെ പിറ്റാഴ്ച വൈറസ് ബാധ, ചെമ്മീനൊക്കെ പൊന്തി കിടക്കുന്നു. ഇപ്പോഴും അതാണ് അവസ്ഥ. കാരണം ഭയങ്കര പൊല്യൂഷനാണ് ഈ പുഴകളിൽ, ഫാക്ടറിയിൽ നിന്ന് പറഞ്ഞ മാലിന്യങ്ങൾ. അപ്പോൾ ഈ ചെമ്മീൻ കൃഷിയൊക്കെ ഭയങ്കര നഷ്ടമാണ്. അപ്പം ഞാൻ എവിടെയൊക്കെ ചെന്ന് ചാടിയിട്ടുണ്ടോ അതൊക്കെ നഷ്ടത്തിലേക്കായിരുന്നു ചാടിയത്. അതാണ് പിള്ളേർ പറഞ്ഞത് പെട്രോൾ കമ്പനി തുടങ്ങി, അപ്പോൾ പെട്രോളിൻ്റെ വില കുറയുമെന്ന്. സത്യമായിരുന്നു. ഞാൻ തുടങ്ങി ചിലപ്പോൾ പെട്രോളിൻ്റെ വില ഇടിഞ്ഞേനെ, രാജ്യം രക്ഷപ്പെട്ടേനെ. കോഴി, പൊക്കാളി, തക്കാളി, ചെമ്മീൻ, വേറെന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്? വേറെ ഇവിടെ അലങ്കാര മത്സ്യകൃഷി തുടങ്ങി. ബാക്കിൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഒരുപാട് ടാങ്കുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ടാങ്ക് നോക്കിയിട്ട് അലങ്കാര മത്സ്യകൃഷി തുടങ്ങി. വിളവെടുക്കുന്ന സമയമല്ല അത്. 1000കണക്കിന് മീനുകളാണ് അതിനകത്ത് കിടക്കുന്നത്. 2018 പ്രളയത്തിന് മീനൊക്കെ ഇതിലേക്ക് കഴിഞ്ഞിടക്കുന്നു. നമുക്ക് എടുക്കുമ്പോൾ അവിടെ വരുന്നു. അത് വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ അങ്ങനെ അലങ്കാര മത്സ്യകൃഷിയും ഗോവിന്ദ. അപ്പം ഞാൻ എന്തെല്ലാം തുടങ്ങിയിട്ടുണ്ട്, എന്ത് തുടങ്ങണം എന്ന് നോക്കിക്കാണ്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഒന്നും തുടങ്ങാറില്ല. ഈ പറഞ്ഞ കൃഷികളെല്ലാം ചെയ്തു, ഇതിന് പിന്നിലൊക്കെ ആരെങ്കിലും ഉണ്ടോ അതോ സ്വന്തം ഐഡിയ തന്നെ? എൻ്റെ പൊന്നുമോളെ, എൻ്റെ ഐഡിയ തന്നെയാണിത്. എൻ്റെ ഐഡിയക്ക് ഇത്ര നഷ്ടം വരുന്നെങ്കിൽ ഒരു പിന്നിലൊരാളുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ നഷ്ടം? ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല, ബിസിനസ് എന്നല്ല, ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ ഓർക്കണം ഇനി എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നഷ്ടമായിരുന്നു. പിന്നെ അതൊക്കെ മറന്നു കളയുക. ഇതേപോലത്തെ 3 വീഡിയോ ഒക്കെ ആയിരുന്നു എനിക്ക് ഞാൻ ചെയ്ത ബിസിനസിന്റെ ലാഭം മുടക്കി അച്ചുമുട്ടി. ഇനി എന്തെങ്കിലും ബിസിനസ് ട്രൈ ചെയ്യാമെന്നുണ്ടോ? അയ്യോ ഇല്ല, എൻ്റെ പിന്നെ ഇല്ല. ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ജേണി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സംഗീതജ്ഞനാവണം, അല്ലെങ്കിൽ പാട്ടിനോടുള്ള ആദ്യത്തെ ഒരു ഇഷ്ടം, പിന്നെയാണ് മിമിക്രിയിലോട്ട് വരുന്നത്. അപ്പോൾ ഈ പാട്ടുകാരനിൽ നിന്ന് മിമിക്രിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ പാട്ടുകാരൻ എങ്ങനെ ഒരു മിമിക്രിക്കാരനായി മാറി? പാട്ടുകാരനാവാണെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ. എന്ത് ചെയ്താൽ ആളാവണം. അത് ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. അതെ, അത് ഒരു കലാകാരൻ്റെ ഒരു അംശങ്ങളുണ്ടെങ്കിൽ അതറിയാലോ. നമുക്ക് 4 പേര് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാവണം എന്നുള്ളത് ആഗ്രഹമാണ്. ഇതെല്ലാവരും ഇപ്പൊ തന്നെ ആങ്കറാക്കിയതും എന്നെ നടനാക്കിയതൊക്കെ ആ ആഗ്രഹത്തിന്റെ പുറത്താണ്. ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല.
അപ്പം ഈ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ആരെങ്കിലും അറിയാവുന്ന 4 പേര് അറിയുന്ന ഒരാളാവുന്ന അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്താണ്, അപ്പോൾ നമുക്ക് കൊച്ചു പ്രായമല്ലേ, അറിയാവുന്നതാണ് പാട്ട്. പാട്ട് പാടല്ല, അതിന് വലിയ സംഗീതം പഠിക്കാനൊന്നും അറിയില്ലെന്ന്. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിനോട് പാട്ട് എഴുതി വാങ്ങിച്ചു. കൃഷ്ണകുമാർ എന്നാണ് അവൻ്റെ പേര്. പുലേനാർ മണിയമ്മ പൂമില്ല കാവിലമ്മ എന്ന് പറഞ്ഞ പാട്ട് അത് എഴുതി വാങ്ങിച്ച് പിറ്റേ ദിവസം ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിനെ പാടി ഞാൻ പാടി എല്ലാവരും കൂടെ നന്നായി എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഭയങ്കര ബോറായിരുന്നു ആ പാട്ട്. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞാൻ വല്ലാത്ത ഇതായി. അതെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. നല്ല യേശുദാസ്, അടുത്ത യേശുദാസാണ് ഞാൻ. എല്ലാരും പറഞ്ഞു നല്ല നന്നായത്. അത് ഈ കൊച്ചു മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാണ് എല്ലാവരും പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതുകൊണ്ട് അങ്ങനെ മാനം മുട്ട വളർന്നു അങ്ങോട്ട്. പിന്നെ എവിടെയൊക്കെ മൈക്ക് വെച്ച് അവിടെയൊക്കെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോഴും എന്നെ ആരും ഇത് ചെയ്തില്ല, തടഞ്ഞില്ല. അരുതേ മോനെ, അതെ, ആറ്റിലെ കറ്റില്ല ചാറിലെന്ന് ആരും പറഞ്ഞില്ല. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ മത്സരങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ പേര് കൊടുക്കുക ലളിതഗാനത്തിന്. അന്ന് 2 രൂപയാണ് ലളിതഗാനത്തിന് പേര് കൊടുക്കുക. വലിയ പൈസയാണ്, എൻ്റെയൊക്കെ പണിയൊന്നുമില്ല. അമ്മയുടെ നിന്ന് 2 രൂപ വാങ്ങിച്ചിട്ട്, അമ്മക്കും വലിയ കഷ്ടമാണ്, അമ്മക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടാത്തില്ല. 2 രൂപ ഒപ്പിക്കണം എന്ന് വലിയ ബുദ്ധിമുട്ടിയാ. 2 രൂപ വാങ്ങിച്ചിട്ട് ഞാനിവിടെ കെടാമംഗലം എന്ന സ്ഥലമുണ്ട്, ഒരു ഓണത്തിനാണ്. അവിടെ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പിടിച്ചു വിട്ട് 2 രൂപ കൊടുത്ത് അവിടെ ചെന്നപ്പോൾ അപ്പോൾ പറഞ്ഞ ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞ മത്സരങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം, ഈ ലളിതഗാന മത്സരമൊക്കെ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വന്ന് തിരിച്ച് ഊണ് കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും 2 മണി കഴിയും. നടന്നു വരണം, ഒരു പാടത്തിൻ്റെ വരമ്പത്തേക്കൂടെയൊക്കെയാണ് പോയത്. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ഉച്ചക്ക് ഊണ് കഴിക്കാൻ, ഓണത്തിന് ഓർക്കണം, ഉച്ചക്ക് ഊണ് കഴിക്കാണ്ട് അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ചോറിനാൻ പോയി. ഞാൻ പൈപ്പിൽ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഗായകൻ യേശുദാസ് ഒരു 3 മണി ആയപ്പോഴേക്കും എല്ലാവരും തിരിച്ചു വന്നു. കവിതാപാരായണം ആരംഭിച്ചു. അപ്പോൾ ഒരുപാട് കവിതാപാരായണം ഉണ്ടാവും. ഏതാണ്ടും ഒരു 5 മണിയായപ്പോഴേക്കും ലളിതഗാനം, വിശന്ന് പ്രാണം കത്തിട്ട് പോയി എനിക്ക്. ലളിതഗാനം മത്സരം ആരംഭിച്ചു. ഞാൻ പതിവ് പോലെ ഞാൻ പാടി. പക്ഷെ പ്രൈസ് പിന്നെയും മത്സരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എനിക്ക് പ്രൈസ് ഉണ്ടല്ല, ആരും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പ്രൈസ് ഇങ്ങനെ കാത്തു നിന്നിട്ട് പ്രൈസ് ഇങ്ങനെ പ്രഖ്യാപിക്കണില്ല. അത് കഴിഞ്ഞിട്ട് നാടകമൊക്കെ ഉണ്ട്. അങ്ങനെ സാംസ്കാരിക സമ്മേളനം, അതിൻ്റെ അവസാനമാണ് പ്രൈസ് പ്രഖ്യാപിക്കണത്. അങ്ങനെ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞ് പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ എനിക്കൊന്നുമില്ല. നന്നായിട്ട് പാടിയ പിള്ളേർ പ്രൈസ് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വളരെ ദുഃഖമായിട്ട് നടന്ന്, വിശപ്പ് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ, നടന്ന് രാത്രി ഒരു 10 മണിയോളമായി നടന്ന് കുറേ ദൂരം പാടത്തേ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ നടന്ന് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു. പാടത്തിൻ്റെ പേരിൽ നമുക്ക് ഈ സ്ഥലം നമുക്ക് കാണാം, വളരെ ദൂരമാണെങ്കിലും വെലും പ്രദേശമല്ലേ. ലളിതഗാന മത്സരത്തിൽ ഒരു വ്യത്യാസമുണ്ട്. 1ാം സ്ഥാനം കിട്ടിയ കലാരത്തോ 2ാം സ്ഥാനവും ഇന്നത്തെ സലിംകുമാർ ഞാൻ കേട്ടു. അത് സലിംകുമാറാണോ അല്ലേന്ന് എനിക്കറിയില്ല. ഒരു കന്നാസോ ഒന്നും അബദ്ധമായിട്ട് എനിക്ക് കേൾക്കാം. ഓടി ഞാൻ ആ പാടത്തേക്കൂടി ഓട്ടാൻ ഞാൻ ഒളിമ്പിക്സിനാണ് എനിക്ക് സ്വർണ്ണ മെഡലായിരുന്നു. ഓടി ഞാൻ അവശതയായിട്ട് ഞാൻ ആ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന്, ചേട്ടാ അപ്പം മേക്കപ്പ് ചെയ്യണം നാടകത്തിനുള്ള. ഈ ലളിതഗാന മത്സരത്തിൻ്റെ ബലത്തിൽ മാറ്റം ഉണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞ് ഇതുണ്ട്. അത് 1ാം സമ്മാനം കിട്ടിയ ആളല്ല, 2ാം സമ്മാനം കിട്ടിയ ബഷീറാണ് 1ാം സ്ഥാനം. മാർക്ക് കൂട്ടിയിട്ട് തെറ്റിപ്പോയതാ. മറ്റവൻ 2ാം സ്ഥാനക്കാരൻ 1ാം സ്ഥാനക്കാരനാണ്. അപ്പോൾ ബഷീർ എന്നുള്ള ഞാൻ അവിടെ കേട്ടത് OU ബഷീർ എന്നാണ് അവൻ്റെ പേര്. എൻ്റെ മുഴുവൻ ഇതിൽ ഞാൻ സലിംകുമാർ എന്നാണ് കേൾക്കണത്. അങ്ങനെ OU ബഷീർ, ആ OU ബഷീറാണ് ഇപ്പോഴത്തെ
മാപ്പിളപ്പാട്ട് ഗായകനും മൈലാഞ്ചി പാട്ടൊക്കെ പറഞ്ഞ ഒഴി ബഷീർ എന്ന് വെച്ചാൽ അവൻ പറവുകാരനാണ്. ആ അങ്ങനെ പിന്നെ ഞാൻ നിർത്തിയില്ല. ഇതെന്തോ ജഡ്ജസ് തമ്മിൽ ഒത്തുകളിയാണെന്ന് വെച്ചിട്ട് ഞാൻ ഈ പാട്ട് നിർത്തിയില്ല. അവസാനം ഞാൻ സ്കൂളിൽ പാടിയപ്പോൾ ടീച്ചർ പറഞ്ഞു സഹിക്കാൻ പറ്റില്ല മോനെന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ സങ്കടം എനിക്ക്. കാരണം ഇത്രയും നാൾ കെട്ടിപ്പോയി ഒരു കോട്ടയാണ് തകർന്ന്. അന്ന് ഞാൻ മിമിക്രി ചെയ്യും, അധികം സീരിയസ് ആയിട്ട് ചെയ്യില്ല, തമാശക്ക് ചെയ്യൂലേ, വെറുതെ ഇരിക്കൂലേ. അന്നേരത്തൊക്കെ നന്നായിട്ട് മിമിക്രി ചെയ്യും, സ്റ്റേജിൽ കയറ്റി പാട്ടും പാടും. അപ്പൊ ടീച്ചറുണ്ട് നീ നന്നായിട്ട് മിമിക്രി ചെയ്യാനല്ലേ, അത് ചെയ്തുകൂടും, നിനക്ക് എന്തിനാണ് അറിയാൻ പാടാത്ത പണിക്ക് പോണത്. അങ്ങനെയാണ് ഞാൻ മിമിക്രി ചെയ്യാന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴും ചെയ്തില്ല. പിന്നീടും വർഷങ്ങൾക്ക് ശേഷമാണ് മിമിക്രിക്കാരനായിട്ട് മാറിയത്. ഇപ്പൊ ഈ പറഞ്ഞ കഥ ഹൈസ്കൂൾ കാലഘട്ടമായിരുന്നോ? ഹൈസ്കൂൾ കാലഘട്ടം. അപ്പൊ ചെയ്തിരുന്നു ഹൈസ്കൂൾ കാലഘട്ടം. അപ്പൊ 8ാം ക്ലാസ് പഠിക്കുമ്പോ ഇപ്പൊ ഈ തമാശക്ക് മിമിക്രി ചെയ്ത് തുടങ്ങുമായിരുന്നല്ലോ. അപ്പൊ അത് ഏതൊക്കെ ആൾക്കാരെ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു? ബാലേന്ദ്രമേനോൻ, പി കെ എബ്രഹാം, പി കെ എബ്രഹാം, ബാലേന്ദ്രമേനോൻ, പൂജപ്പുര രവി എന്നൊക്കെ പറഞ്ഞ ജഗദീഷ്. ജഗദീഷൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. ബാലേന്ദ്രമേനോനാണ് എന്റെ സൂപ്പറായിരുന്നത്. മെയിനായിട്ട് ഫാൻസ് ഉണ്ടായിരുന്നു. ബാലേന്ദ്രൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നല്ലോ. ഞാൻ എന്റെ ബുക്കിലൊക്കെ തന്നെ എഴുതുമായിരുന്നു സലിംകുമാർ KGK മേനോനെന്ന്. ബാലേന്ദ്രനോട് ആ വെറുതെ പുസ്തകത്തിൽ എഴുതി നോക്കും ഞാൻ. ബാലേന്ദ്രനുള്ള ആരാധന മൂത്തിട്ട്. അതുപോലെ തന്നെ കൗണ്ടറുകൾ കുറെ കിട്ടിയിട്ടുള്ളത് അമ്മയുടെ അടുത്ത് നിന്നാണെന്നും ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പം അമ്മയുടെ ഓർമ്മകൾ എങ്ങനെ ഈ കൗണ്ടറൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാ? ഈ കൗണ്ടർ നമുക്ക് ഇപ്പോ അന്നേരത്ത് പറഞ്ഞ കൗണ്ടർ നമുക്ക് പിന്നീട് ഒരാൾ പറയാൻ പറ്റില്ല, നമുക്ക് ചിരി വരും ആ സമയത്ത്. കൗണ്ടറിന്റെ പ്രത്യേകത അതാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇരിക്കും നമ്മളത് ഓർത്ത് ചിരിക്കും. അതെ, നമ്മളത് ഓർത്ത് അത് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റില്ല. കൗണ്ടർ നമുക്കൊരാൾ പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മതാണ് നമ്മള് പഠിച്ചു വെച്ചൊരു തമാശയാണ്. ഞാനൊരു തമാശ പറയാന്ന് പറഞ്ഞിട്ട് ഒരു തമാശ പറയുകയാണെങ്കിൽ നമുക്കത് ഒരാളോട് പറയാ ചെന്നിട്ട്. പക്ഷെ ഈ കൗണ്ടർ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ഒരാൾ പറയാൻ പറ്റില്ല. അതിന് കഴിവ് വേണം. ഓൺ സ്പോട്ടിൽ വരുന്നില്ലേ, ആ ഡയലോഗിന് കൗണ്ടറായിട്ട് തന്നെ വരുന്നതാണ്. അതിന് ചിരി വന്നെങ്കിൽ അതിനൊരു ദൈവ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലത്തെ ഒരു എക്സ്ട്രാ പവർ തന്നെ വേണം. ഇങ്ങോട്ട് കിട്ടിയത്. നിങ്ങൾ തമ്മിൽ കൗണ്ടേഴ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? അല്ല, നമ്മളൊന്നും നിൽക്കൂല അടുത്ത്. നമ്മളൊന്നും നിൽക്കില്ല. എന്ത് പറഞ്ഞാലും കൗണ്ടർ ഉണ്ട്. അതല്ലേ, അത് എവിടെ നിന്ന് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനത്തെ പറഞ്ഞ് ഒത്തിരി ചിരിച്ചിട്ടുള്ളതോ? സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഓർത്തു വെക്കാൻ പോയാൽ നമ്മൾ ഒരു പുസ്തകം എടുത്ത് എഴുതേണ്ടി വരും. ഇന്ന സംസാരത്തിൽ സംസാരിക്കുന്നു.